നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് 3-4 ദിവസം അവധിയെടുത്തുകൊണ്ട് യാത്രകൾ വേണ്ടി വരുവാനും അന്തിമമായിട്ട് അവരെ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അതിനുവേണ്ടി പരിശ്രമിക്കുവാനും സാധ്യതയുണ്ട്. സ്വന്തം ആശയവും മറ്റുള്ളവരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും ഒരുപക്ഷെ 1 വർഷത്തിന് ശേഷം പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന ആശയവിനിമയം നടത്തി അതിനുവേണ്ടി പ്രയത്നിക്കാനും പ്രവർത്തിക്കുവാനും സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. എന്നാൽ ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റമോ ഉണ്ടാവുക വളരെ കുറവായിരിക്കും. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും പുതിയ ആത്മബന്ധത്തിനും അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുവാനും സാധ്യത കാണുന്നു. റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഭൂമി വിൽപ്പന തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും പ്രാവർത്തികമാക്കുവാനും സാധ്യത കാണുന്നു. പലപ്പോഴും മാതാപിതാക്കളുടെ ആവശ്യമനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് ജീവിത പങ്കാളിയുടെ ഒപ്പം താമസിക്കാൻ തക്കവണ്ണം, അതായത് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ചേർന്ന് ഒരു സംയുക്ത സംരംഭമായിട്ടുള്ള വ്യാപാരം തുടങ്ങാം എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നിശ്ചിതമായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലകൾ നിശ്ചിത സ്ഥലത്ത് തുടങ്ങിയാൽ അതിനനുസരിച്ചുള്ളൊരു വിജയം കൈവരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കഴിഞ്ഞ 1 വർഷമായിട്ടുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ നിലനിർത്താൻ തക്കവണ്ണം ജോലിക്കാരെ നിയമിക്കാൻ സാധ്യതയുണ്ട്. അനാരോഗ്യകരമായിട്ടുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുവാനും വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്തുവാനും, എന്നാൽ പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല. ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ എന്നിവ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ളൊരു ചികിത്സാ രീതികൾ അവലംബിക്കുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരു ഭാരമാവാതെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും തൊഴിലിൻ്റെ ഭാഗമായിട്ടും മനസ്സിൽ കരുതിക്കൊണ്ട് അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ക്ഷമ, വിനയം, ആദരവ് തുടങ്ങിയവ സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഉപരിപഠനം തൽക്കാലത്തേക്ക് ഉപരിപഠനത്തിനോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്തിൽ ആശ്ചര്യം അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളെ കൊണ്ട് കഫ, നീർദോഷ, ഉഷ്ണരോഗപീഠകൾ വന്നു ചേരുവാനും 1-2 ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ ദിവസങ്ങളോളം അവധിയെടുത്ത് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി
ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനിടയുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അനുഭവജ്ഞാനമുള്ളവർ നടത്തിവരുന്ന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ അനുബന്ധ വിഭാഗം തുടങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുവാനും ചിന്തിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമി വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനെ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ മെയ് മാസത്തിൽ തുടങ്ങി വയ്ക്കുമെങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്നതൊക്കെ തന്നെ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിത്തീരുകയുള്ളൂ. തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. പൊതുവെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങളിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തം നടത്തി വരുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളും ധാരാളം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ദേഹക്ഷീണം അനുഭവപ്പെടുവാനും മാസത്തിൻ്റെ 1-2 ദിവസം ഒടുവിൽ അവധി വേണ്ടി വരുവാനും അല്ലെങ്കിൽ വിശ്രമം വേണ്ടി വരുവാൻ പോലും സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് അരിഷ്ടതകളും അല്ലെങ്കിൽ സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ കുറച്ചൊരു പ്രാണായാമം, വ്യായാമം, യോഗയൊക്കെ തന്നെ പരിശീലിക്കുവാനും അതിൻ്റെ വേണ്ട ഒരു പഠിപ്പിന് അല്ലെങ്കിൽ കോഴ്സിന് ചേരുവാനും സാധ്യതയുണ്ട്. ശുഭകർമ്മങ്ങൾക്കും സൽപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനും സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഈ ഒരു മാസത്തിലാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അച്ഛന് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് 1-2 ദിവസം ആശുപത്രിവാസത്തിനും സാധ്യതയുണ്ട്. യാത്രാവേളയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കാലഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. വാക്ക് പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ഔദ്യോഗിക തലത്തിൽ പുതിയ സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് നല്ലൊരു പദവിയോട് കൂടിയതും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോട് കൂടിയതും ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്ന വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ മെയ് മാസം മുതൽ ദ്രുതഗതിയിലാക്കുവാനും 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ ആത്മവിശ്വാസം ഉണ്ടാകുവാനും അതായത് ഈ 2024 തന്നെ പൂർത്തീകരിക്കും എന്ന ധാരണയും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഉടമസ്ഥർക്ക് നൽകുവാൻ സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. പലപ്പോഴും പല കാര്യങ്ങളും ധാരാളം ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്തു തീർക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഈയൊരു എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധിക്കും. മിക്ക ദിവസങ്ങളിലും ഒരു പക്ഷേ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഇതിനെ അതിജീവിക്കാൻ തക്കവണ്ണം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറുവാൻ അവസരം വന്നു ചേരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്.
മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ സാധ്യത കാണുന്നു. നിശ്ചയദാർഢ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ദാമ്പത്യം പുനരാരംഭിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ അത്ര തന്നെ നേട്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് അനന്ത സാധ്യതകൾ, അതായത് ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സാധാരണ രീതിയിൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിയാണ്. എന്നാൽ ജോലിയിൽ ഇരുന്നും കൊണ്ട് ചെയ്യുന്ന പക്ഷം 2 വർഷത്തെ പാഠ്യപദ്ധതിക്ക് ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ട് സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധത്താലായിരിക്കാം. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലും മിഥ്യാധാരണകൾ ഒഴിവാക്കി സുതാര്യമായിട്ടും ദീർഘവീക്ഷണത്തോടുകൂടിയും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസവും സമാധാനവും വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അഹംഭാവം ഒഴിവാക്കി യുക്തിപൂർവമുള്ള ചിന്തകളും സർവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിയും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഈ ഒരു മാസത്തിൽ പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. വിജ്ഞാനികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി വന്നു ചേരും. ഉത്സാഹവും ഉന്മേഷവും കാര്യപ്രാപ്തിയും ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവസരങ്ങളും വന്നു ചേരുന്നത് സ്വല്പം കുറയുവാനാണ് യോഗമുള്ളത്. പൊതുവെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ഒരു മെയ് മാസത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. നമസ്കാരം.